നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 ശനിയാഴ്ച, ചിങ്ങം 22-ാം തീയതി. ഓണത്തിന് ഇനി 9 ദിവസം മാത്രം. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വാർത്തകൾ വരുന്നൊരു വാർത്താ ദിനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ്. പോലീസുകാർക്കെതിരായ ലൈംഗിക പീഡനാരോപണത്തിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നി മലപ്പുറം എസ്പിക്ക് പരാതി നൽകി. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് വി ബെന്നി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, എന്തെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത്? സ്മിത, ഈ മധ്യവയസ്കയായ ഒരു സ്ത്രീ ആണ് നിലവിൽ കഴിഞ്ഞ ദിവസം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നത്. അവർ പറഞ്ഞിരുന്നത് താനൂർ ഡിവൈഎസ്പി വി ബെന്നി, പൊന്നാനി SHO ആയിരുന്ന വിനോദ്, ഒപ്പം തന്നെ സുജിത്ദാസ് IPS എന്നിവർ ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ ഇതെല്ലാം തന്നെ തള്ളി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ താനൂർ ഡിവൈഎസ്പി വി ബെന്നി നിലവിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് താൻ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തന്നെ മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ നിന്നും തന്നെ തടയാനാണ് ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണം കെട്ടിച്ചമച്ചത്. തുടർന്ന് അതൊരു ചാനൽ വഴി സംപ്രേഷണം ചെയ്തതും ഈ സംഗതി മുൻനിർത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് വി ബെന്നി പ്രധാനമായും പറയുന്നത്. ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും വി ബെന്നി ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അവർ പറയുന്നത് ഈ സ്ത്രീയെ കൊണ്ട് ഇത്തരം ഒരു ആവശ്യം സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സ്ത്രീയെ കൊണ്ട് വ്യാജമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിപ്പിച്ചത് എന്ന് വി ബെന്നി വളരെ കൃത്യമായി തന്നെ പരാതിയിൽ പറയുന്നു. വളരെ വിശദമായ അന്വേഷണം ഈ പരാതിയിൽ വേണമെന്നും വി ബെന്നി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും. കോടതിയെ ഉടൻ തന്നെ സമീപിക്കും. കോടതിയെ സമീപിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചില അനുമതികൾ ആവശ്യമാണ്, അതുകൊണ്ടാണ് വൈകുന്നത്. അതുകൊണ്ട് തന്നെ അത് ലഭിച്ച ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ഡിവൈഎസ്പി വി ബെന്നിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ പൊന്നാനി CI ആയിരുന്ന വിനോദും ഒപ്പം തന്നെ സുജിത്ദാസ് IPS ഇന്ന് തന്നെ പരാതി നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിച്ചത് തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്ന വിവരം ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വി ബെന്നി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് മുട്ടിൽ മരം മുറി കേസ് അട്ടിമറിക്കാനാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. മലപ്പുറത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിക്കൽ കേസിൽ PV അൻവർ MLAയുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് മലപ്പുറത്ത് എത്തിയാകും മൊഴിയെടുക്കുക. അന്വേഷണ സംഘത്തിന് മുൻപാകെ തെളിവുകൾ ഹാജരാക്കുമെന്ന് PV അൻവർ അറിയിച്ചിരുന്നു. സുജിത്ദാസ് മലപ്പുറം SP ആയിരുന്ന സമയത്ത് ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു കടത്തി ഫർണിച്ചറുകൾ ഉണ്ടാക്കി എന്നാണ് പരാതി. സുജിത്ദാസിന് പുറമെ ADGP MR അജിത് കുമാറിനും ഇതിൽ പങ്കുണ്ടെന്നും PV അൻവർ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണം തൃശൂർ റേഞ്ച് DIGക്ക് കൈമാറിയത്. DIG മലപ്പുറത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന കോൺക്ലേവിന് മുന്നോടിയായി നയരൂപീകരണത്തിന് സർക്കാർ രൂപീകരിച്ച സമിതിയുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. നിർമ്മാതാക്കളും വിതരണക്കാരും യോഗത്തിൽ പങ്കെടുക്കും. സമിതിയിലെ 9 അംഗങ്ങളും യോഗത്തിലുണ്ടാകും. ചലച്ചിത്ര മേഖലയിലെ എല്ലാ വിഭാഗങ്ങളുമായി സമിതി ചർച്ച നടത്തണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഷാജി N കരുണിന്റെ അധ്യക്ഷതയിലാണ് യോഗം. മറ്റു സംഘടനകളുമായും വരും ദിവസങ്ങളിൽ യോഗം നടത്തുമെന്നും സമിതി വ്യക്തമാക്കി. ഇനി കാലാവസ്ഥാ റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത 3 ദിവസത്തിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. ഇനി പോകുന്നത് മണിപ്പൂരിലേക്കാണ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. കൂടുതൽ പോലീസ് ടീമുകളും സുരക്ഷാ സൈന്യവും പ്രദേശത്തെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. വിനിത VG ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, വീണ്ടും മണിപ്പൂർ അശാന്തമാകുന്നു, സംഘർഷങ്ങളിലേക്ക് കടക്കുകയാണോ എന്നുള്ളൊരു ആശങ്ക പരക്കെയുണ്ട്. കൂടുതൽ ഇപ്പോൾ എത്തുന്ന പ്രധാന വിവരങ്ങൾ എന്തെല്ലാമാണ്?
തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ വീണ്ടും ഒരു അശാന്തമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായത്. അതിന്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ ഉന്നതതല സുരക്ഷാ യോഗമാണ് ചേർന്നത്. ഇതിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത്. പട്രോളിംഗിനായി കൂടുതൽ പോലീസുകാരെയും ഒപ്പം തന്നെ ആ മേഖലയിൽ കൂടുതൽ സുരക്ഷാ സൈന്യത്തെയും ഒക്കെ തന്നെ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെട്രോളിംഗിനായി സൈനിക ഹെലികോപ്റ്ററും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും റോക്കറ്റ് ബോംബ് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ നടപടികൾ. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗക്കാരാണെന്നാണ് മണിപ്പൂർ പോലീസ് പറയുന്നത്. ജനങ്ങൾ പൂർണ്ണമായും സമാധാനം കൈവിടുന്നതിന് നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ആ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും ഈ ആക്രമണം ആവർത്തിച്ച സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേരുകയും ഒപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മണിപ്പൂരിൽ ഏർപ്പെടുത്തുകയും ചെയ്തത്. സ്മിത, വീണ്ടും സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് ഉന്നതതല യോഗം മണിപ്പൂരിൽ ചേർന്നത്. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാനയിൽ മത്സരിക്കും. ആദ്യഘട്ട പട്ടികയിൽ 31 പേരുണ്ട്. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ പേരും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. 19 സീറ്റുകളിൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇന്ത്യ കിസാൻ കോൺഗ്രസ് സഭ ചെയർമാനായി ഗുസ്തി താരം ബജ്രംഗ് പുനിയയെ നിയമിച്ചു. അതേസമയം ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യസാധ്യതകൾ മങ്ങുന്നു. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ട്രക്ക് ഡ്രൈവർ അർജുനു വേണ്ടി അടുത്ത വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കും. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അർജുനായുള്ള തെരച്ചിൽ എന്തായി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവരുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി ആയിരിക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായും കാലാവസ്ഥ അനുകൂലമായതോടെയാണ് വീണ്ടും ഷിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. അതിനായി ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്നും ഗംഗാവലി പുഴയിലേക്ക് ബുധനാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം വ്യാഴാഴ്ച തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ആഗസ്റ്റ് 16-നാണ്, കഴിഞ്ഞ മാസം 16-നാണ് ഈ തെരച്ചിൽ നിർത്തിവെച്ചത്. അന്ന് പ്രധാനമായിട്ടുള്ള ഒരു തടസ്സമുണ്ടായിരുന്നത് ഈ പുഴയുടെ അടിത്തട്ടിൽ, അതായത് നേരത്തെ നേവി അവിടെ പരിശോധനയ്ക്ക് ശേഷം മാർക്ക് ചെയ്ത സ്ഥലത്ത് പോലും പുഴയുടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണും കല്ലുകളും ഉണ്ട്. അത് നീക്കം ചെയ്യാതെ ഡീപ് ഡൈവിംഗ് നടത്തി നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് തെരച്ചിൽ ഡൈവിംഗ് ഉൾപ്പെടെ നടത്താൻ സാധിക്കില്ല എന്ന് ദൗത്യ സംഘം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തു. ഡ്രഡ്ജർ കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഉത്തര കന്നഡ ജില്ലയിലും പ്രത്യേകിച്ച് ഷിരൂരിൽ ഉൾപ്പെടെ ശക്തമായ മഴയും കാറ്റും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഈ കടൽ മാർഗം ഈ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കില്ല എന്ന് ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. അതാണ് വീണ്ടും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവിടെ കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത ബുധനാഴ്ച തന്നെ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജർ എത്തിക്കും. അതിനുശേഷം വ്യാഴാഴ്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിക്കും. 10 ദിവസമാണ് ഈ ഡ്രഡ്ജർ നിലവിൽ ഇപ്പോൾ കരാറുള്ളത്. ഈ 10 ദിവസത്തിനകം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ ഇപ്പോൾ കണ്ടെത്താനുള്ള 3 പേരെയാണ് കണ്ടെത്താനുള്ള. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരുണ്ട്. ആ തെരച്ചിൽ കൃത്യമായി അതവരെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായത് എന്തായാലും ശുഭസൂചനയാണ്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് തെരച്ചിൽ ആരംഭിക്കുക. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലിയിൽ എത്തിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് UDF സംസ്ഥാന നേതൃത്വം. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിലും സേനാപതി സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മുന്നണിക്കുണ്ടായ തിരിച്ചടിയാണ് സമിതി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഐക്യമില്ലാതായിട്ട് നാളുകളായി. ഭൂരിപക്ഷമുണ്ടായിട്ടും കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കത്തിൽപ്പെട്ട് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനം നേടിയെടുക്കാനായില്ല. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് CPIM-ന് വോട്ട് ചെയ്തത് സംസ്ഥാന തലത്തിൽ തന്നെ വിവാദമായിരുന്നു.
കോൺഗ്രസ് ലീഗ് നേതാക്കൾ തമ്മിലുണ്ടായ പരസ്യപ്പോരും UDF-നാകെ നാണക്കേടുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഈ നിലയിൽ മുന്നോട്ടു പോയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചത്. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, മോൻസ് ജോസഫ് MLA, മുസ്ലിം ലീഗ് സെക്രട്ടറി മുഹമ്മദ് ഷാ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സേനാപതി സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിമത സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതും സമിതി അന്വേഷിക്കും. UDF സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ UDF സംവിധാനത്തിൽ മാറ്റങ്ങളും ഉണ്ടായേക്കും. 24 തൊടുപുഴ. അത്തപ്പൂക്കളങ്ങൾ ഒരുക്കാൻ കുടുംബശ്രീ വനിതകളുടെ കഠിനാധ്വാനത്തിൽ 1 ഏക്കറിൽ ബന്ദിപ്പൂക്കൾ. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് സൗഭാഗ്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 17 വനിതകളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ബന്ദിപ്പൂ കൃഷി. 2 ഇടങ്ങളിലായി 1 മാസം മുമ്പ് നട്ടുവളർത്തിയ 1000-ഓളം ബന്ദിത്തൈകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ചെടിയിൽ 30 മുതൽ 35 വരെ ബന്ദിപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. വെയിലും മഴയും നല്ല രീതിയിൽ ലഭിക്കുന്ന വിശാലമായ സ്ഥലം കണ്ടെത്തി വേണ്ട ഒരുക്കങ്ങളോടെയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. പേരടങ്ങുന്ന നമ്മളുടെ സഹോദരിമാരാണ് ഇത്തരം വലിയൊരു സംരംഭം ഇവിടെ തുടങ്ങിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനി മക്കൾ ഇത്രയേ ആയതിൻ്റെ കാരണം ഞങ്ങളുടെ 17 പേരുടെ ഒരുപോലുള്ള കഷ്ടപ്പാടാണ്. ദൈവത്തിന് നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു കൃഷി ഞങ്ങൾക്ക് ഫലവത്തായി തന്നതിന്. പിന്നെ പഞ്ചായത്തിനും പിന്നെ ഞങ്ങൾക്ക് സബ്സിഡി 6400 രൂപ ഉണ്ട്. അത് തന്ന പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ 50,000 രൂപ വകയിരുത്തി 1 ഏക്കറിന് 6400 രൂപ വീതം സബ്സിഡിയായി നൽകിയാണ് ബന്ദിപ്പൂ കൃഷി. ഇത്തവണ 3 വാർഡുകളിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷി അടുത്ത വർഷം മുഴുവൻ വാർഡുകളിലും വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇതിൻ്റെ വിപണനം ആവശ്യക്കാർ ഇവിടെ വന്ന് അത്തപ്പൂക്കളത്തിന് വേണ്ടി സമീപ പ്രദേശങ്ങളിൽ മേടിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ മറ്റൊരു ഫ്ലോട്ടിലാണ് ചെയ്തത്. അതിൽ നിന്നും വ്യത്യസ്തമായി ചൂടലില്ലാത്ത ഒരു ഫ്ലോട്ട് തിരഞ്ഞെടുക്കുകയും ഇവിടെ ഇത് കൃഷി ചെയ്യുകയുണ്ടായി. ഏറ്റവും അധികം നമ്മൾ കണ്ടെടുക്കുന്ന കായംകുളം മാർക്കറ്റിൽ ഈ പൂ വിപണനം ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിപണിയിൽ 300 രൂപയോളം വില കിട്ടും. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ബന്ദിപ്പൂക്കൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾ. 24 ആലപ്പുഴ. ഓണാവധിക്ക് കേരളത്തിലെത്താൻ ഒരുങ്ങുന്ന ബംഗളൂരു മലയാളികൾക്ക് ഇരുട്ടടിയായി സ്വകാര്യ ബസ്സുകളുടെ കൊള്ള. ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇരട്ടിയിൽ കൂടുതലാണ് ടിക്കറ്റ് നിരക്ക്. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തതോടെ വലിയ തുക മുടക്കി ഓണം ആഘോഷിക്കാൻ എത്തേണ്ട അവസ്ഥയിലാണ് ബംഗളൂരു മലയാളികൾ. ഓണാവധിക്ക് ബംഗളൂരുവിലെ മലയാളികൾക്ക് നാട്ടിലെത്താൻ എന്താണ് മാർഗം? മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. വിമാന നിരക്കാണെങ്കിൽ താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. പതിവ് തെറ്റിക്കാതെ ഉത്സവ സീസണിലെ സ്വകാര്യ ബസ്സുകളുടെ പരസ്യക്കൊള്ള തുടരുകയാണ്. ഓൺലൈനിലെ ടിക്കറ്റ് നിരക്ക് മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. ഈ മാസം 10 വരെ ബംഗളൂരു എറണാകുളം റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് 700 മുതൽ 1500 രൂപ വരെയാണ്. എന്നാൽ 10-ന് ശേഷം അത് 2500 മുതൽ 4500 രൂപ വരെയായി വർദ്ധിക്കും. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ നിലവിൽ 1500 മുതൽ 2000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഈ മാസം 10-ന് ശേഷം 4000 മുതൽ 5000 രൂപ വരെയാണ് നിരക്ക്. കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും സമാനമാണ് സാഹചര്യം. ഓണത്തോടടുത്തുള്ള ദിവസങ്ങളിൽ ഇരട്ടിയിൽ കൂടുതലാണ് നിരക്ക് വർധന. ഓണം അടുക്കുമ്പോൾ 3000 വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2500, 3000 വരെ. ഒരു സീസൺ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ടിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ പൈസയായിരിക്കും. ഒരു ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഇതിന് ഉണ്ടാക്കേണ്ടത് എന്തായാലും ആവശ്യം തന്നെയാണ്. അവർക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആളുകൾ എന്തായാലും പൈസ കൊടുത്ത് പോകുന്ന അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരെന്തായാലും കൂട്ടും, ആളുകൾ അതിന് റെഡിയാവും. അതുകൊണ്ട് അവർ പക്ഷെ ഒരു മിനിമം കട്ട് ഓഫ് എങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ടിക്കറ്റ് നിരക്ക് വർധനയെക്കുറിച്ച് ട്രാവൽസ് പ്രതിനിധികൾ പറയുന്നത് ഇങ്ങനെ: എല്ലാ സീസണിലും ഉണ്ടാവും റേറ്റ്. അത്ര ജാസ്തി ഒന്നും കൂടുതലൊന്നുമില്ല, കുറവാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. ഏകദേശം ഒരു 1200, 1500 എന്നുള്ള ഒരു ഇതിലേ വരുള്ളൂ. കേരളത്തിലേക്കും തിരിച്ചു ബംഗളൂരുവിലേക്കുമായി കേരള RTC 58 സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 10-ാം തീയതി കഴിഞ്ഞുള്ള ടിക്കറ്റുകൾ ഭൂരിഭാഗവും ഇതിനകം വിറ്റഴിഞ്ഞു. ഉത്സവ സീസണുകളിൽ അല്പം നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോട്
ആർക്കും എതിർപ്പില്ല. എന്നാൽ ഇരട്ടിയും രണ്ടിരട്ടിയും മൂന്നിരട്ടിയുമായുള്ള കൊള്ള അവസാനിപ്പിക്കണം. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഓണമെന്നും പൂക്കളമെന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുക തുമ്പപ്പൂവാണ്. എന്നാൽ ഇന്ന് പലയിടത്തും പൂക്കളമിടാൻ തുമ്പയില്ല. തുമ്പപ്പൂ വേണ്ടുവോളം ലഭിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കോഴിക്കോട്. ഈ ക്ഷേത്രമുറ്റത്ത് തുമ്പ അങ്ങനെ തഴച്ചു വളരുകയാണ്. ഓണപ്പൂക്കളം തീർക്കുന്നതിൽ പ്രധാനിയാണ് തുമ്പപ്പൂ. തൃക്കാക്കരയപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണെന്നും അതിനാൽ തന്നെ തുമ്പപ്പൂ വിനയത്തിന്റെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നു. എടക്കാട് എടക്കമന മഞ്ഞോളി കരിയാത്തൻ ഭഗവതി ക്ഷേത്രത്തിന്റെ മുറ്റം പതിറ്റാണ്ടുകളായി തുമ്പച്ചെടികളാൽ സമ്പന്നമാണ്. BSNL ജീവനക്കാരനായിരുന്ന മഞ്ഞോളി പുരുഷോത്തമൻ നട്ടുവളർത്തി തുടങ്ങി. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ കുടുംബക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പരിചരിക്കുന്നു. പാടത്തും പറമ്പുകളിലും ധാരാളമായി കണ്ടിരുന്ന തുമ്പ സമീപകാലത്തായി കുറഞ്ഞു വരുന്നതായാണ് മുതിർന്നവർ പറയുന്നത്. ഓണക്കാലത്ത് എവിടെയും തുമ്പപ്പൂ കിട്ടാനില്ലെങ്കിലും ഇന്നാട്ടുകാർക്ക് പഞ്ഞമില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഓണമാകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പൂവൊക്കെ പറിക്കാറുള്ളത്. അതെന്താ വെച്ചാൽ ഇവിടെ പണ്ട് തൊട്ടേ തുമ്പകൾ വളരെ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തൊട്ടേ ഇവിടെ നിന്നാണ് പറിക്കാറ്. പിന്നെ പുറത്ത് വരുമ്പത്തൊക്കെ പോയി പറിക്കെങ്കിലും അത് വളരെ കുറഞ്ഞു. പക്ഷേ ഇപ്പോഴും വന്ന് പറിക്കാൻ പറ്റിയൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും കാണാൻ കിട്ടാറൊന്നുമില്ല. പ്രായഭേദമന്യേ നിരവധി പേർ തുമ്പപ്പൂ തേടി ഇവിടെ എത്തുന്നുണ്ട്. കിട്ടാക്കനിയാണ് ഇന്നത്തെ കാലത്ത് ഈ തുമ്പപ്പൂവ്. അപ്പം അതിവിടെ ഇഷ്ടം പോലെയുണ്ട്. അത് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രമാണിത്. അപ്പം നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് തുമ്പപ്പൂ പറിക്കാം. ഈ ഓണക്കാലത്ത് തുമ്പപ്പൂ ഇവിടെ എന്തായാലും ഉണ്ടാവാറുണ്ട്. ഉത്സവ സമയത്ത് എല്ലാം പറിക്കും, പിന്നീട് വിത്തിടും. വീണ്ടും ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളുമായി മുറ്റം വർണ്ണാഭമാകും. തുമ്പപ്പൂ കിട്ടാക്കനിയായ ഈ കാലത്ത് ഈ ക്ഷേത്രമുറ്റത്തെത്തിയാൽ കൈനിറയെ തുമ്പപ്പൂക്കളുമായി മടങ്ങാം. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. കാഴ്ചാ പരിമിതിന് സ്വകാര്യ ബസ് യാത്ര നിഷേധിച്ചെന്ന് പരാതി. കോഴിക്കോട് കായണ സ്വദേശി രഘു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന SR ബസ്സിനെതിരെയാണ് പരാതി. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട കായണ്ണ സ്വദേശി രഘു VK പേരാമ്പ്രയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ രാവിലെ ബസ് കയറുന്നതിനിടെയാണ് ദുരനുഭവം ഉണ്ടായത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് SR എന്നുള്ള ബസ് 9:20 അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാൻ നോക്കുമ്പോൾ ഇവർ സ്പീഡിൽ എടുക്കാൻ നോക്കുക. ഞാൻ അയാൾ വിളിച്ച് നിർത്താൻ പറഞ്ഞ് ഗത്തൻ്റെ ഒരാൾ നിർത്തി. മറ്റേ ആൾക്കാർ കിടക്കാൻ നോക്കുന്നുണ്ട്. പോകാൻ നോക്കി. എങ്ങനെയോ ഞാൻ അല്ലി പിടിച്ച് കയറിയിരുന്ന്. കയറിയതിനു ശേഷം ഞാൻ ഒന്നും പറയാനോ ഒന്നിനും നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ചാടിക്കറി പറഞ്ഞല്ലോ. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുത്തു. രഘുവും നാട്ടുകാരും ബഹളം വെച്ചതോടെ ബസ് നിർത്തി രഘുവിനെ കയറ്റി. വാക്കുതർക്കത്തിനിട നൽകാതെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രഘു നേരിട്ട് പരാതി നൽകുകയായിരുന്നു. പാസ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് 5 പൈസയും കിട്ടൂല. പക്ഷെ അത് പാടില്ല. എന്നുവെച്ചാൽ നമ്മളെ മോശമായിട്ടൊന്നും ആരോടും പെരുമാറാത്ത നമ്മളോടൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ കേസ് രക്ഷിച്ചിട്ടുണ്ട്. യാത്ര നിഷേധിച്ച സ്വകാര്യ ബസ്സിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. 24 കോഴിക്കോട്. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തെ ഗണേശ പൂജയും വ്രതവും ജീവിതത്തിലെ ദുഃഖങ്ങൾ ഹനിക്കും എന്നാണ് വിശ്വാസം. കാര്യസാധ്യത്തിനും വിഘ്നശാന്തിക്കും വിനായക പ്രീതി വേണമെന്നാണ് ഹൈന്ദവ വിശ്വാസം. വിനായക ചതുർത്ഥി ദിവസം വീടുകളിലും ക്ഷേത്രങ്ങളിലും സവിശേഷ പൂജകൾ നടക്കുന്നു. വിനായകന് ഏറ്റവും പ്രിയങ്കരമായ മോദകം, അട, ഉണ്ണിയപ്പം എന്നിവ നിവേദിക്കുന്നു. മറാത്ത ഭരണാധികാരിയായിരുന്ന ശിവജി തന്റെ പ്രജകൾക്കിടയിൽ ദേശീയ വികാരം സൃഷ്ടിക്കാൻ ഗണേശ ചതുർത്ഥി ആഘോഷത്തെ പ്രയോജനപ്പെടുത്തിയതോടെയാണ് പൊതു ആഘോഷത്തിന്റെ സ്വഭാവം
വിനായക ചതുർത്ഥി കൈവരിച്ചത്. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നിരോധിച്ചപ്പോൾ ബാലഗംഗാധര തിലക് ഇന്ത്യൻ വികാരം ആളിക്കത്തിക്കാനും ജനതയെ ഒരുമിപ്പിക്കാനും ഈ ഉത്സവം പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.